ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ഹാംസ്റ്റർ കോമ്പാക്ട് എന്ന് പറയുന്നത് ക്രിപ്റ്റോ കോയിൻ്റെയും പിക്സൽ ടാപ്പ് എന്ന് പറയുന്ന കോയിൻ്റെയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. എന്തുകൊണ്ടാണ് ഹാംസ്റ്റർ കോമ്പാക്റ്റിൽ നിന്ന് പിക്സൽ ടാപ്പ് എന്ന് പറയുന്ന കോയിനിലേക്ക് നിങ്ങൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യണം എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, പിക്സൽ ടാപ്പ് എന്ന് പറയുന്നതും ഹാംസ്റ്റർ കോമ്പാക്റ്റിൽ നിങ്ങൾക്ക് അറിയുന്നത് തന്നെ ഇതൊരു ടെലിഗ്രാം ബോട്ടാണ്. സോ ആദ്യം ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽസ്, പിക്സൽ ടാപ്പ് എന്ന് പറയുന്ന കോയിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു കോയിലേക്ക് കൂടുതൽ ടൈം ഫോക്കസ് ചെയ്യണം, അല്ലെ വേർത്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സോ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇതിൻ്റെ ടോക്കണോമിക്സ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതായത് എത്രമാത്രം കോയിൻ നമുക്ക് ടോട്ടൽ ഉണ്ട്, ഈ പിക്സൽ ടാപ്പ് എന്ന് പറയുന്ന കോയിനിൽ എത്രമാത്രം കോയിൻ ഉണ്ട്, അത് എങ്ങനെയൊക്കെയാണ് അത് ഷെയർ ചെയ്യുന്നത് എന്നൊക്കെയാണ് ഇതിലൂടെ നമുക്ക് പറയുന്നത്. ഇത് കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ അതിൻ്റെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇതിൻ്റെ ടോക്കൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ 5% സീഡ്, 15% ലിക്വിഡിറ്റി, ദെൻ 10% ട്രഷറി, ദെൻ മെയിൻ ആയിട്ടുള്ള കാര്യം 25% ഇൻ ഗെയിം റിവാർഡായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ദെൻ 15% ടീമിന് പോവും, 5% അവരുടെ പാർട്ട്നേഴ്സിന് പോവും, ദെൻ 10% ഗ്രാൻഡ്സ് ആൻഡ് എക്കോസിസ്റ്റം ഡെവലപ്മെന്റ് ആയിട്ട് പോകുന്നുണ്ടായിരിക്കും. സോ അറൌണ്ട് 5 ബില്യൺ കോയിൻസ് ആണ് നമുക്ക് ടോട്ടൽ മൈൻ ചെയ്യാൻ പറ്റുന്നത്. ഈ പിക്സൽ ടാപ്പ് എന്ന് പറയുന്ന ടെലിഗ്രാം ബോട്ടിലൂടെ നമുക്ക് അറൌണ്ട് 5 ബില്യൺ കോയിൻസ് ആണ് നമുക്ക് മൈൻ ചെയ്യാൻ പറ്റുന്നത്. സോ ഈ ഒരു സെയിം സിനറി നമ്മൾ ഹാംസ്റ്റർ കോമ്പാക്റ്റിന്റെ കേസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ഡീറ്റെയിൽസ് ആണ് നമുക്കുള്ളത്? അൺലിമിറ്റഡ് ആയിട്ട് എല്ലാവരും മൈൻ ചെയ്യുന്നുണ്ട്, അല്ലാണ്ട് അതിന്റെ സപ്ലൈ എത്രയാണെന്നോ, അല്ലെങ്കിൽ എത്രമാത്രം മൈൻ ചെയ്യാൻ പറ്റുന്നോ, ഇതിന്റെ പാർട്ട്നേഴ്സ് ആരൊക്കെയാണോ, ഇതിന്റെ ടീം ആരൊക്കെയാണോ എന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ബട്ട് ഈ ഒരു പിക്സൽ ടാപ്പിന്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഇതിന്റെ വെബ്സൈറ്റ് ആണ്, പിക്സൽ വേഴ്സ് എന്നാണ് ഇതിന്റെ ഇവരുടെ വെബ്സൈറ്റ്. അപ്പൊ നെക്സ്റ്റ് ഇതിന്റെ ടീം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ആൾക്കാരൊക്കെയാണ് ഇതിന്റെ മെയിൻ ഫൗണ്ടേഴ്സ് ആയിട്ടുള്ളത്. സോ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരാൾ ബൈനാൻസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ബൈനാൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത്യാവശ്യം ക്രിപ്റ്റോനെ കുറിച്ച് അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വേൾഡ്സ് ബെസ്റ്റ് എക്സ്ചേഞ്ച്, ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ആണ്. അപ്പൊ അതിന്റെ വർക്ക് ചെയ്ത ആൾക്കാരൊക്കെയാണ് ഇപ്പൊ ഇതിന്റെ കോ ഫൗണ്ടർ ആയിട്ട് വന്നിരിക്കുന്നത്. സോ എന്തുകൊണ്ടും ഇത് ട്രസ്റ്റ് വർത്തിയാണ്. ഇതിന്റെ പ്രൊജക്ട് എന്ന് പറയുന്നത് അടിപൊളിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാവരും ഹാംസ്റ്റർ കോമ്പാക്റ്റിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് ഈ ഒരു പിക്സൽ ടാപ്പിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് പറയുന്നത്. ഞാൻ ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ടീം കാണിച്ചു തന്നു, ഇതിന്റെ ആൾക്കാരൊക്കെ ആരൊക്കെയാണ് കാണിച്ചു തന്നു, ഓവർ ഇതിന്റെ പ്രൊജക്ടിന്റെ ടോക്കണോമിക്സ് ഞാൻ കാണിച്ചു തന്നു, എങ്ങനെയാണ് ഇതിന്റെ കോയിൻ ഷെയർ ഡിസ്ട്രിബ്യൂട്ട് ആകാൻ പോകുന്നത് കാണിച്ചു തന്നു. ദെൻ നമുക്ക് നോക്കുന്നത് ഇതിന്റെ പാർട്ട്നേഴ്സ് ആയിരിക്കാന്നുള്ള കാര്യമാണ്. സോ ഈ കാണുന്നതൊക്കെയാണ് ഇതിന്റെ പാർട്ട്നേഴ്സ് ആയിട്ട് വരുന്നത്. മെയിൻ ആയിട്ട് വരുന്ന പാർട്ട്നേഴ്സ് ഒക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത്, സ്ക്രീനിൽ കാണുന്നത്. സോ ഇത്രയും ഡീറ്റെയിൽസ് ഞാൻ പിക്സൽ ടാപ്പ് എന്ന് പറയുന്ന കോയിനെ കുറിച്ച് പറഞ്ഞു. ഇതിന്റെ 1% ഡീറ്റെയിൽസ് ചെയ്ത് നമുക്ക് ഇൻഫർമേഷൻസ് തരും. നമുക്ക് ഹാംസ്റ്റർ കോമ്പാക്റ്റിനെ കുറിച്ച് കിട്ടുമോ? ഒരിക്കലും ഇല്ല. സോ അതുകൊണ്ടാണ് ആകെ നമുക്ക് ഹാംസ്റ്റർ കോമ്പാക്റ്റിനെ പറയാൻ സാധിക്കുന്നത് എന്താണ്, റഷ്യയിലാണ് ഇതിന്റെ ഒറിജിൻ വരുന്നത്. ഹാക്കേഴ്സിന്റെ പേര് കേട്ട സ്ഥലമായ റഷ്യയിലാണ് ഇതിന്റെ ഒറിജിൻ വരുന്നത്. തന്നെ ഒരു ട്വിറ്റർ പേജ് ഉണ്ട്, തന്നെ ഒരു ടെലിഗ്രാം ബോട്ട് ഉണ്ട്. റാദർ ദാൻ ദിസ് നമ്മുടെ കയ്യിൽ വേറെ ഇൻഫർമേഷൻസ് ഒന്നുമില്ല. ബട്ട് പിക്സൽ ടാപ്പ് എന്ന് പറയുന്നത് ക്രിപ്റ്റോ കറൻസിനെ വെച്ച് നോക്കുമ്പോഴത്തേനും വി ഹാവ് ദ ഫൗണ്ടേഴ്സ് ടീം. ഇതിന്റെ പ്രൊജക്ടിന്റെ പുറകിൽ ആർക്കുണ്ട്, അതിന്റെ വൈറ്റ് പേപ്പർ, അതിന്റെ ടോക്കണോമിക്സ് എന്ന് അടങ്ങുന്ന ഓവറോൾ എവറി ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലുണ്ട്. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾ മാക്സിമം ടൈം നിങ്ങൾ ഈ ഒരു പിക്സൽ ടാപ്പിലേക്ക് ഫോക്കസ് ചെയ്യുക, ഹാംസ്റ്റർ കോമ്പാക്റ്റിലേക്ക് ഫോക്കസ് ചെയ്യാണ്ട് നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് ആയിരിക്കും. കാരണം നെക്സ്റ്റ് മന്ത് ഇത് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ആകുന്നുണ്ട്. ഈ ഒരു കോയിൻ, പിക്സൽ ടാപ്പിന്റെ കോയിൻ ലിസ്റ്റ് ആകും. ആ ഒരു ടൈമിൽ മാക്സിമം കോയിൻസ് നിങ്ങൾ കളക്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ബെയർ മിനിമം നിങ്ങൾക്ക് ഒരു 3000 റുപ്പീസിനും കിട്ടും. ചുമ്മാ ഒരു 3000 രൂപ കിട്ടുക എന്ന് പറയുമ്പോൾ ദാറ്റ് സംതിങ് അല്ലേ, വെറുതെ ഇരുന്ന് നിങ്ങൾ 3000 രൂപ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. സോ മാക്സിമം നിങ്ങൾ കോയിൻ കളക്ട് ചെയ്യുക. ഇതിനകത്ത് ഡെയിലി ഇൻകം ഒന്നുമില്ല, കോയിൻ കളക്ട് ചെയ്യുന്നതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. മാക്സിമം കോയിൻ കളക്ട് ചെയ്ത് വെക്കുക. മേ ബി 1:1000 അല്ലെങ്കിൽ 10,000:1 എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്. കോയിന്റെ റേഷ്യോ ഒക്കെ വരാൻ ചാൻസ് ഉള്ളത്. ഐ ഡോണ്ട് നോ, അതിന്റെ ഇൻഫർമേഷൻ കിട്ടുമ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കും. എന്താണേലും ഞാനിപ്പോൾ ഈ ഒരു കറക്റ്റ് ടൈമിൽ ഈ വീഡിയോ ചെയ്തെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് പിക്സൽ ടാപ്പിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ലിങ്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വെച്ച് നിങ്ങൾക്ക് പിക്സൽ ടാപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിലെങ്ങനെയാണ് മാക്സിമം കോയിൻസ് ഏൺ ചെയ്യാന്നുള്ളതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഐഡിയ കിട്ടും, എന്താണ് പിക്സൽ ടാപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സോ ഗൈസ്, അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. സോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ഗൈസ്, അപ്പം താങ്ക് യു സോ മച്ച്.